السلام عليكم ورحمة الله وبركاته والصلاة والسلام على رسول الله وعلى آله وصحابه أجمعين أما بعد أيها الإخوان والأخوات اتقوا الله عباد الله وافعلوا الخير لعلكم تفلحون. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, കൈഫ നുറബ്ബി ഔലാദന, നമ്മുടെ മക്കളെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ് സന്താനങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ നമ്മുടെ കൺകുളിർമയും ആനന്ദവും സന്തോഷവുമാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് നൽകുന്ന ഈ ഉൽപാദന ശേഷിയെ നശിപ്പിക്കുന്നതും മരവിപ്പിക്കുന്നതും ഇസ്ലാം ഒരു മഹാപാതകമായിട്ടാണ് കാണുന്നത്. വിശ്വാസികളായ രക്ഷിതാക്കളായ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കളെ നല്ല മക്കളായി വളർത്തുവാനും അതിലൂടെ നല്ലൊരു സമൂഹം വാർത്തെടുക്കുവാനും വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. അതിന് തുടക്കം മുതലേ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇസ്ലാം അവിടുന്ന് നൽകിയിട്ടുണ്ട്. വിവാഹം അന്വേഷിക്കുന്ന വധൂവരന്മാരായ ആളുകളോട് ദീന് പരിഗണിക്കണമെന്ന് ഇസ്ലാം വളരെ കർശനമായി പറഞ്ഞു. അതുപോലെ തന്നെ വിവാഹിതരായ ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാന വജന്നിബി ശൈത്വാന മാ റസഖ്തന എന്നൊരാൾ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫഇൻ ഖദല്ലാഹു ബൈനഹുമാ വലദൻ, അവരുടെ ആ ശാരീരിക ബന്ധത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു സന്താനത്തെ നൽകുകയാണെങ്കിൽ ലം യദുർറുഹു ശൈത്വാനു അബദ, ഒരിക്കലും ആ സന്താനത്തെ പൈശാചികമായ ബാധ ഏൽക്കുകയില്ല, ബാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലവരായ മക്കൾ ഉണ്ടാകണമെന്ന നിർബന്ധ ബുദ്ധി ഇസ്ലാമിനുണ്ട്. മക്കൾ ഒരു പരീക്ഷണമാണ്. മക്കളെ ലഭിക്കാത്തത് പരീക്ഷണമായതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഅമത്തായി നൽകിയിട്ടുള്ള അല്ലാഹുവിന്റെ അനുഗ്രഹമായ മക്കളും അതും ഒരു പരീക്ഷണമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തആബുരിൽ ഒരു ആയത്തിന്റെ ഭാഗം നമുക്ക് മനഃപ്പാഠമുണ്ടാകും. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും പരീക്ഷണമാണ് എന്ന്. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുള്ള ഒരു സംഭവം തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മദീന പള്ളിയിലെ മിമ്പറിൽ വെച്ചുകൊണ്ട് ഖുത്ബ നിർവഹിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അവർ രണ്ടുപേരും നല്ല ചുവന്ന നിറത്തിലുള്ള നീളം കുപ്പായം ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് അവർ നടന്നു വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് മിമ്പറിൽ നിന്ന് കാണുന്നു. അവർ മുന്നോട്ട് നടക്കുമ്പോൾ ആ കുപ്പായം തടഞ്ഞുകൊണ്ട് അവർ വേച്ചു വീഴുന്നു. വീണ്ടും എഴുന്നേൽക്കുകയും നടക്കുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മിമ്പറിൽ ഇറങ്ങുകയും എന്നിട്ട് തന്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവർ രണ്ടുപേരെയും രണ്ട് ചുമലിലും എടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മിമ്പറിലേക്ക് കയറി റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും പരീക്ഷണമാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സന്താനങ്ങൾ ഒരു പരീക്ഷണമാണ് എങ്കിൽ രക്ഷിതാക്കളായ ഞാനും നിങ്ങളും അടക്കമുള്ള ഓരോരുത്തരും
ഒരു പിതാവ് എന്ന നിലക്ക്, ഒരു മാതാവ് എന്ന നിലക്ക് നമ്മുടെ ബാധ്യതകൾ, മക്കളോടുള്ള ബാധ്യതകൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത് മക്കളെ സ്നേഹിക്കണം എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ മക്കൾ സ്നേഹം കിട്ടാത്തവരാകരുത്. മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട വാത്സല്യവും മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും കിട്ടാത്ത മക്കളായി നമ്മുടെ മക്കൾ വളരാൻ പാടില്ല. അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ പലപ്പോഴും അവർ വലിയ വലിയ കുറ്റവാളികളും തിന്മകളിലേക്കും പോകുന്ന അവസ്ഥയുണ്ടാകും. ലോകത്ത് പല മാധ്യമങ്ങൾ പ്രവർത്തകരും ജയിലിലടക്കപ്പെട്ട കുറ്റവാളികളെ ഇന്റർവ്യൂ നടത്തിയപ്പോൾ ആ ഇന്റർവ്യൂകളിൽ ആ കുറ്റവാളികൾ പറഞ്ഞത് തങ്ങളുടെ പൂർവ്വകാല ചരിത്രം വിശദീകരിച്ച കൂട്ടത്തിൽ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട വാത്സല്യം ലഭിക്കാത്തതിന്റെ പേരിൽ, മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹം ലഭിക്കാത്തതിന്റെ പേരിൽ, അതുപോലെ തന്നെ മാതാപിതാക്കൾ അവരോട് ക്രൂരമായി പെരുമാറുകയും അങ്ങനെയുള്ള പെരുമാറ്റവും ഉണ്ടായതിന്റെ പേരിൽ വലിയ വലിയ ക്രിമിനലുകളായി പോയ, തെമ്മാടികളും താന്തോന്നികളുമായ പോയ കുറ്റവാളികളെ കുറിച്ച് ലോകത്ത് മാധ്യമങ്ങളിലൂടെ മാധ്യമ പ്രവർത്തകർ ചർച്ച നടത്തിയത് മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും പറയും തങ്ങളുടെ മക്കൾക്ക് സ്നേഹമുണ്ട് എന്ന്. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ മാതാവ് എന്ന നിലക്കോ പിതാവ് എന്ന നിലക്കോ അവർക്ക് കഴിയുന്നില്ല എന്നാണ്. എന്നാൽ ഇസ്ലാം പറയുന്നത് സ്നേഹിക്കാൻ മാത്രമല്ല, മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ മാതാപിതാക്കളായ ആളുകൾ ആ സ്നേഹം മക്കളോട് പ്രകടിപ്പിക്കണമെന്നാണ്. മക്കളെ മാത്രമല്ല, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ മറ്റൊരു സത്യവിശ്വാസിയായി ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ ഇഷ്ടം പോലും ആ സത്യവിശ്വാസിയെ അറിയിക്കണമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർക്ക് തങ്ങൾക്ക് മറ്റൊരാളോട് സ്നേഹമുണ്ടാകുമ്പോൾ അയാളോട് പറയാറുണ്ട്, ഇന്നി ഉഹിബ്ബുക ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു എന്ന തന്റെ ആത്മാർത്ഥമായ സ്നേഹം അവർ പങ്കുവെക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സ്നേഹം മനസ്സിൽ വെക്കേണ്ട ഒരു വികാരമല്ല, മരിച്ചത് പ്രകടിപ്പിക്കണം. പലരും പറയും മക്കളോട് സ്നേഹം കാണിച്ചാൽ ആ മക്കൾ വഷളാകുമെന്ന്. അതൊരിക്കലും ശരിയായ ധാരണയല്ല, അത് തെറ്റായ ധാരണയാണ്. മക്കളോട് സ്നേഹം കാണിക്കുകയും അവരോട് വാത്സല്യം കാണിക്കുകയും അവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും അറിയുകയും എന്നിട്ട് അതിനനുസരിച്ചുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്താൽ ആ മക്കളെ നല്ല മക്കളാക്കി വളർത്തിയെടുക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നോക്കൂന്ന് നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഖിത്അതു ഖബ്ദി, കരളിന്റെ കഷ്ണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അവിടുന്ന് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന മജ്ലിസിലേക്ക്, സദസ്സിലേക്ക് തന്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുമ്പോൾ വകാനത് ഇദാ ദഖലത് അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ ഇലൈഹാ ഫഖബ്ബലഹാ വഅജ്ലസഹാ ഫീ മജ്ലിസിഹി. റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുന്ന സമയത്ത് റസൂലുള്ള എഴുന്നേറ്റ് ചെന്നുകൊണ്ട് ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സ്വീകരിക്കുകയും ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ചുംബിക്കുകയും താൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഇരുത്തുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കുകയാണ്. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകളെ സ്നേഹിച്ചതുപോലെ തന്നെ തന്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരെ സ്നേഹിക്കുകയും അവരെ ചുംബിക്കുകയും അവരെ താലോലിക്കുകയും അവരെ വാത്സല്യത്തോടുകൂടി പെരുമാറുകയും ചെയ്തതും ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അൽ അഖറഉബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന തമീബ് ഗോത്രക്കാരനായ സ്വഹാബി, അദ്ദേഹം അന്ന് തമീബ് ഗോത്രത്തിലെ ജാഹിലിയ കാലത്തിലെ അവരുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരു നേതാവായിരുന്നു. അങ്ങനെ തമീബ് ഗോത്രത്തിൽപ്പെട്ട കുറച്ചാളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു യാത്രാ സംഘമായി വരികയും അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്ത അഖറഉബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരമകനായ തന്റെ പൗത്രനായ ഹസൻ റളിയല്ലാഹു അൻഹയെ കെട്ടിപ്പിടിക്കുകയും അദ്ദേഹത്തിന്റെ നെറുകയിൽ ചുംബിക്കുകയും അങ്ങനെ വാത്സല്യത്തോടുകൂടി പെരുമാറുകയും ചെയ്യുന്നത് ഈ സ്വഹാബി കാണുകയാണ്. ആ സമയത്ത് ഈ സ്വഹാബി പറഞ്ഞ വർത്തമാനം അദ്ദേഹം പറഞ്ഞു, ഇന്നലി അശറത മിനൽ വലദ്, എനിക്ക് 10ഓളം കുട്ടികളുണ്ട്, പക്ഷേ മാ ഖബ്ബൽതു മിൻഹും അഹദ, ഇന്നേ വരെ ഞാൻ അവരിൽ ഒരാളെയും ചുംബിച്ചിട്ടില്ല. എനിക്ക് 10 മക്കളുണ്ട്,
ഇത് കൗതുകത്തോടുകൂടി റസൂലുള്ള തന്റെ പേരക്കുട്ടിയെ ചുംബിക്കുന്നത്, അതിനെ വാത്സല്യത്തോടുകൂടി ലാളിക്കുന്നത് കണ്ട സമയത്ത് ഈ സ്വഹാബി പറയുകയാണ്, എനിക്ക് 10ഓളം മക്കളുണ്ട്, പക്ഷേ ഇന്നേ വരെ ഞാൻ ആ കുട്ടികളിൽ നിന്ന് ഒരാളെയും ചുംബിച്ചിട്ടില്ല എന്ന്. ഈ സംസാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടപ്പോൾ റസൂലുള്ള ആ സ്വഹാബിയിലേക്ക് നോക്കുകയും എന്നിട്ട് പ്രവാചകൻ പറഞ്ഞൊരു വാചകം, മല്ലാ യർഹമു ലാ യുർഹം, ആ മനുഷ്യരോട് കാരുണ്യം കാണിക്കാത്തവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം കാണിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മക്കളുടെ കാര്യത്തിൽ സ്നേഹത്തിൽ മാത്രം ശ്രദ്ധിക്കാനല്ല ഇസ്ലാം പറഞ്ഞത്. ഒരു രക്ഷിതാവിനുള്ള ഏറ്റവും വലിയ ബാധ്യത തന്റെ മക്കളോടുള്ള ഏറ്റവും വലിയ സ്നേഹം, ആ മക്കൾ നരകാവകാശികളാകരുത് എന്നുള്ളതാണ്. ആ മക്കൾ ഒരിക്കലും നരകത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കളായി വളരരുത് എന്നാണ്. അതിനാവശ്യമായ നിർദ്ദേശങ്ങളും അതിനാവശ്യമായ കൽപ്പനകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മജ്ലിസിലിരിക്കുന്ന, ഈ സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളായ നാം ഓരോരുത്തരും നമ്മുടെ മക്കളെ നല്ല മക്കളായി കൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളായി വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ കാണിക്കേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. ചില ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മക്കൾക്ക് ശരിയായ വിജ്ഞാനവും അതുപോലെ തന്നെ ശരിയായ തർബിയത്തും നൽകുക എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന്റെ കവിതയിൽ കാണാം. ലൈസൽ യതീമുൽ ലദീ മൻ മാത വാലിദഹു ഇന്നൽ യതീമ യതീമൽ ഇൽമി വൽ അദബി. ഒരു യതീം എന്ന് പറഞ്ഞാൽ ആരാണ്? അനാഥൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് മാതാപിതാക്കൾ മരിച്ചവൻ എന്നാണ്, അല്ലെങ്കിൽ പിതാവ് മരണപ്പെട്ടവനെയാണ് യതീം എന്ന് പറയുക. എന്നാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസൽ യതീമുൽ ലദീ മൻ മാത വാലിദഹു, മാതാപിതാക്കൾ മരണപ്പെട്ടവനല്ല യതീം. യതീം എന്ന് പറഞ്ഞാൽ ശരിയായ യതീം, ഇന്നൽ യതീമ യതീമുൽ ഇൽമി വൽ അദബി, യഥാർത്ഥത്തിലുള്ള ഇൽമ്, അൽ ഇൽമു ശർഇയ്യു, മതപരമായ ശർഇയായ വിജ്ഞാനം തങ്ങളുടെ മക്കൾക്ക് നൽകിയിട്ടില്ലെങ്കിൽ, വൽ അദബി അൽ അദബു ശർഇയ്യു, ശർഇയായ സംസ്കാരങ്ങൾ തങ്ങളുടെ മക്കളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ മക്കളാണ് യതീമായ മക്കൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്ക് നമ്മുടെ മക്കളോടുള്ള ബാധ്യതയിൽ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ മക്കൾ ശരിയായ ഇസ്ലാമിക തർബിയത്തോടുകൂടി, ഇസ്ലാമിക ശിക്ഷണത്തോടുകൂടി ആ മക്കൾ വളരണം എന്ന അതിയായ ആഗ്രഹം ഒരു പിതാവ് എന്ന നിലക്ക്, ഒരു മാതാവ് എന്ന നിലക്ക് രക്ഷിതാക്കളായ നമുക്കുണ്ടാകണം. തന്റെ മകൻ ദീനിന്റെ ശർഇന്റെ നിയമങ്ങളും അഹ്കാമുകളും ആദാബുകളും പാലിക്കുകയും അങ്ങനെ ഇസ്ലാമിന്റെ സംസ്കാരത്തോടുകൂടി വളരുകയും ചെയ്യുന്ന മക്കളായി തങ്ങളുടെ മക്കൾ വളരണമെന്ന അതിയായ ആഗ്രഹം രക്ഷിതാക്കളായ ആളുകൾക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. ഇസ്ലാമിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും, ഇസ്ലാമിന്റെ നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ ഉസ്താദ് സക്കരിയ സ്വലാഹി റഹിമഹുല്ല അദ്ദേഹം പറയാറുണ്ട്, കാനേഷ് കുമാരി മുസ്ലിമാവുക എന്ന്. അതുപോലെയുള്ള മുസ്ലിം ആകണമെന്നല്ല, മറിച്ച് ശരിയായ മുസ്ലിം, പൂർണ്ണമായ അർത്ഥത്തിലുള്ള മുസ്ലിമായി ഇസ്ലാമിന്റെ മുഴുവൻ വശങ്ങളും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന മക്കളായി നമ്മുടെ മക്കൾ വളരണമെന്നുള്ളത്, ദീന് കൊണ്ട് ഇസ്സത്ത് കാണിക്കുന്ന, ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് കാണിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ വളരണമെന്ന അതിയായ ആഗ്രഹം ഒരു രക്ഷിതാവ് എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. കാരണം എന്തേ? ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് കാണിക്കുക എന്നുള്ളത് അതാണ് ഈ മുസ്ലിമിന്റെ ഇസ്സത്ത് എന്നുള്ള പറയുന്നത്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായ സൽമാൻ റളിയല്ലാഹു അൻഹു, ആ സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് ജൂതന്മാരായ ആളുകൾ, യഹൂദികളായ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഖദ് അല്ലമകും നബിയകും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ല ശൈഇൻ ഹത്തൽ ഖിറാഅ, നിങ്ങളുടെ പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ എല്ലാ കാര്യവും പഠിപ്പിക്കുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾ മലമൂത്ര വിസർജനത്തിന് സ്വീകരിക്കേണ്ട ആദാബുകളും മര്യാദകളും വരെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് പരിഹാസത്തോടുകൂടി ഒരു ജൂതനായ യഹൂദിയായ മനുഷ്യൻ പറഞ്ഞപ്പോൾ ആ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതെ, ഞങ്ങളുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബിലക്ക് അഭിമുഖമായി കൊണ്ട് മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല, അതുകൊണ്ട് തന്നെ വലത് കൈ കൊണ്ട് ശുചീകരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ കല്ലുകൾ കൊണ്ട് ശുചീകരിക്കുകയാണെങ്കിൽ 3 കല്ലിൽ കുറവിൽ
സ്വീകരിക്കാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിസാരമാണെന്ന് തോന്നുന്ന, നിങ്ങൾക്ക് പരിഹസിക്കാൻ വരെ തോന്നുന്ന മലമൂത്ര വിസർജനത്തിന്റെ മര്യാദകൾ വരെ ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇസ്സത്തോടുകൂടി സൽമാൻ റളിയല്ലാഹു അൻഹു ആ യഹൂദിയോട് മറുപടി പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇസ്ലാമിലോടുകൂടി ഇസ്സത്തോടുകൂടി ജീവിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ വളരണമെന്ന അതിയായ ആഗ്രഹം രക്ഷിതാക്കളായ നമുക്കുണ്ടാകണം. ഇല്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അല്ലാഹു ഇറക്കിയ അല്ലാഹുവിന്റെ നിയമങ്ങളിൽ ഏതെങ്കിലും ഒരു നിയമത്തെ ആരെങ്കിലും അവഗണിക്കുകയും അതിന് വെറുപ്പോടുകൂടി കാണുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്ഫലമാക്കി കളയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് രക്ഷിതാക്കളെ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾ അവർ ഇസ്ലാമികമായി ഇസ്ലാമിക തർബിയത്തോടുകൂടി ഇസ്ലാമിക ശിക്ഷണത്തോടുകൂടി വളരണമെന്ന അതിയായ ആഗ്രഹം ഒരു പിതാവെന്ന നിലക്ക് ഒരു മാതാവെന്ന നിലക്ക് നമുക്കുണ്ടാകണമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം, മാതാപിതാക്കൾ എന്ന നിലക്ക് രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ബാധ്യതകൾ, നമ്മൾക്ക് മക്കളോടുള്ള ബാധ്യതകൾ, ആ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമ്മെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങളുടെ സ്വശരീരങ്ങളെ നിങ്ങൾ നരകാഗ്നിയെ തൊട്ട് കാത്തുകൊള്ളണം. അതോടൊപ്പം വ അഹ്ലീകും, നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ഉത്തരവാദിത്വത്തിന് കീഴിലുള്ള നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ മക്കളെ, അവരുടെ കാര്യത്തെ തൊട്ടും നിങ്ങൾ നരകാഗ്നിയെ സൂക്ഷിക്കണം. കാരണം എന്തേ? വഖൂദുഹന്നാസ് വൽ ഹിജാറ, ആ നരകത്തിൽ നാളെ കത്തിക്കപ്പെടുന്ന വിറകുകൾ മനുഷ്യന്മാരും കല്ലുകളുമായിരിക്കും. മലായികത്തുൻ ഇലാദുൻ ശിദാദ്, ആ നരകത്തിന് മല്ലന്മാരായ പരുഷ സ്വഭാവികളായ മലായികത്തുകൾ അതിന് കാവലുണ്ടാകും. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹു അവരോട് എന്തെന്ന് കൽപ്പിക്കുന്നുവോ അതിനവർക്ക് ഒരിക്കലും തന്നെ അനുസരണക്കേട് കാണിക്കുകയില്ല. വയഫ്അലൂന മാ യുഅമറൂൻ, അവരോട് കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ അവർ പ്രാവർത്തികമാക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളുടെ ഉത്തരവാദിത്വം രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ നരകാഗ്നിയെ തൊട്ട് സൂക്ഷിച്ചു കൊള്ളണം. അതോടൊപ്പം നിങ്ങളുടെ ഉത്തരവാദിത്വത്തിന് കീഴിലുള്ള നിങ്ങളുടെ മക്കളുടെ ശരീരവും അതും നരകാഗ്നിയെ തൊട്ട് കാത്തുകൊള്ളാനുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കളായ ആളുകൾക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങളിൽ ഓരോരുത്തരും ഭരണാധികാരിയാണ്. തന്റെ ഭരണീയരെ കുറിച്ച് നാളെ പരലോകത്ത് നാളെ ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് റസൂലുള്ളാഹി ഓരോന്നും വിശദീകരിച്ചു. അൽ ഇമാമു റാഇൻ വ മസ്ഊലുൻ അൻ റഅയതിഹി, ഇമാം ഒരു ഭരണാധികാരി തന്റെ ഭരണീയരെ കുറിച്ച് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. വറജുലു റാഇൻ ഫീ അഹ്ലിഹി വ ഹുവ മസ്ഊലുൻ അൻ റഅയതിഹി, ഒരു കുടുംബനാഥൻ, ഒരു പുരുഷൻ, ഒരു പിതാവ് ആ കുടുംബത്തിന്റെ ഭരണാധികാരിയാണ്. തന്റെ ഭരണീയരെ കുറിച്ച് നാളെ പരലോകത്ത് ആ ഭരണാധികാരികളോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു. എന്നിട്ട് റസൂൽ വീണ്ടും വിശദീകരിച്ചു, വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. വമസ്ഊലത്തുൻ അൻ റഅയതിഹാ, തന്റെ ഭരണീയരെ കുറിച്ച് നാളെ ആ സ്ത്രീയെയും പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷിതാവ് എന്ന നിലക്ക് തന്റെ ഭരണീയരുടെ കീഴിലുള്ള തന്റെ മക്കളെ കുറിച്ച്, തന്റെ ഇണയെ കുറിച്ച് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന ആ ഉത്തരവാദിത്വ ബോധം രക്ഷിതാക്കളായ നമുക്കുണ്ടാകണമെന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് നാം ഭക്ഷണം നൽകിയതിലൂടെ, അവർക്ക് നാം വെള്ളം നൽകിയതിലൂടെ, അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്തതിലൂടെ, അവർക്ക് ഭൗതികമായ വിജ്ഞാനം നൽകിയതിലൂടെ നമ്മുടെ ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല. അതോടുകൂടി നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ അമാനത്ത് അത് പൂർണ്ണമാകുകയില്ല. അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞത്, ഇന്നൽ യതീമ ഹുവല്ലദീ തൽഖാലഹു അമൻ തഖല്ലത ഔ അബൻ മശ്ഊല. യതീം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഉണ്ടായിട്ടും സന്താനങ്ങൾ യതീമായി പോകുന്ന എത്ര മക്കളുണ്ട്. വാപ്പ ജീവിച്ചിരുന്നിട്ട്, മാതാവ് ജീവിച്ചിരുന്നിട്ട് യതീമായി പോയ എത്ര മക്കളുണ്ട്. എന്തുകൊണ്ട് യതീമായി പോയി? അമ്മാ തഖല്ലത ഔ അബൻ മശ്ഊല. ആ മക്കളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, അവർക്ക് നൽകുന്നതിനെ കുറിച്ച്, അവരെ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ച്, അവര് ശിക്ഷണം നൽകേണ്ടതിനെ കുറിച്ച്, അവരുടെ ഓരോ പ്രായത്തിനനുസരിച്ച് അവർക്ക് നൽകേണ്ട കാര്യങ്ങൾ
നൽകാതെ യഥാർത്ഥത്തിൽ ആ മക്കൾ എന്ത് ചെയ്യുന്നു? അനാഥരായി പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളോടുള്ള ബാധ്യതകൾ രക്ഷിതാക്കൾ എന്ന നിലക്ക് നാം നിർവഹിക്കണം എന്നാണ് രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമത്തെ കാര്യം, പലപ്പോഴും രക്ഷിതാക്കളായ ആളുകൾ ചെറുപ്രായത്തിലെ കുട്ടികൾക്ക് ഇസ്ലാമിക തർബിയത്ത്, ഇസ്ലാമിക ശിക്ഷണം നൽകുന്നതിന് അമാന്തിക്കുന്നു, അതിനൊരു തസ്വീഫ് കാണിക്കുന്നു. കുറച്ചുകൂടി വലുതാകട്ടെ, ഒന്നുകൂടി ആകട്ടെ, കുറച്ച് പ്രായമാകട്ടെ, ചെറിയ കുട്ടിയല്ലേ, ഒന്ന് വളരട്ടെ എന്നൊക്കെ പറഞ്ഞ് രക്ഷിതാക്കൾ അതിന് തസ്വീഫ് കാണിക്കുകയാണ്, പിന്തിപ്പിക്കുകയാണ്. അതും യഥാർത്ഥത്തിൽ ശരിയല്ല എന്നുള്ളതാണ്. കാരണം തങ്ങളുടെ കുട്ടികൾ, ആ കുട്ടികളുടെ ഇളം മനസ്സുകളിലേക്ക് ശരിയായ അഖീദയും ശരിയായ വിശ്വാസവും അത് അവരിലേക്ക് ചെന്നാൽ ആ മനസ്സുകളിൽ അത് ഊട്ടിയുറപ്പിക്കപ്പെടുകയും അത് അവിടെ അടിസ്ഥാനപരമായി നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ അവർ പ്രായം ചെല്ലുമ്പോൾ, അവർക്ക് വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ മുതിർന്ന കുട്ടികളായി വളരുമ്പോൾ പിഴച്ച വിശ്വാസങ്ങളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ അവരുടെ ഹൃദയങ്ങളിലേക്ക് അതല്ലെങ്കിൽ അവരുടെ ബുദ്ധിയിലേക്ക് കയറാതിരിക്കാൻ അത് കാരണമാകും. അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞത്, അൽ ഇൽമു ഫിസ്സിഅരി കന്നഖ്ശി ഫിൽ ഹജർ. ചെറുപ്രായത്തിൽ നൽകുന്ന വിജ്ഞാനം അത് കല്ലിൽ കൊത്തിവെച്ചതുപോലെയാണ്. അതുകൊണ്ട് ഓരോ കുട്ടിയുടെയും ആ കുട്ടി വളരുന്നതിനനുസരിച്ച് അവന് നൽകേണ്ടതായ ഇസ്ലാമിക തർബിയത്ത്, ഇസ്ലാമിക ശിക്ഷണം ആ കുട്ടിക്ക് നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു സംഭവം പറയാം. ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയുന്ന ഖാദിമു റസൂലില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകൻ എന്ന് പരിചയപ്പെടുത്തപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കെ അദ്ദേഹത്തിന്റെ മാതാവും അദ്ദേഹവും ഇസ്ലാം സ്വീകരിച്ചു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിന്റെ പേര് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയാണ്. അവർ ഇസ്ലാം മതം സ്വീകരിച്ച സമയത്ത് ഉമ്മു സുലൈമിന്റെ ഭർത്താവ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. അങ്ങനെതാ ഉമ്മു സുലൈം എന്ന് പറയുന്ന അനസ് റളിയല്ലാഹുവിന്റെ വിശ്വാസിനിയായ ആ സ്വഹാബി വനിതയായ ആ ഉമ്മ ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹുവിനെ ഫജഅലത് തുലഖിനു അനസ, അനസ് റളിയല്ലാഹു അൻഹു തൽഖീൻ ചൊല്ലി കൊടുക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയോട് ഉമ്മ പറയാണ്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേ, വഖുൽ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയേ. അഥവാ രണ്ട് സാക്ഷ്യവചനങ്ങൾ, രണ്ട് ഷഹാദത്തുകൾ ചെറിയ കുട്ടിയായിരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹുവിന് തന്റെ ഉമ്മയാകുന്ന ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അവിടുന്ന് ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത്, ഇതിങ്ങനെ ആവർത്തിക്കുന്ന സമയത്താണ് ഉമ്മു സുലൈമിന്റെ ഭർത്താവ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലാത്ത അവര് അവിടേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് അവര് ചോദിച്ചു, ഫയഖൂലു ലഹു അബൂ, അദ്ദേഹത്തിന്റെ പിതാവുണ്ടല്ലോ അനസ് റളിയല്ലാഹുവിന്റെ ഉപ്പ, ഉമ്മു സുലൈമിന്റെ ഭർത്താവ് ഉമ്മു സുലൈമിനോട് പറയാണ്, ലാ തുഫ്സിദി അലയ്യ ബിനി, എന്റെ മകനെ നീ നശിപ്പിക്കരുത്, എന്റെ മകനെ നീ കേടുവരുത്തരുത്, എന്റെ മകനെ നീ ഫസാദാക്കി കളയരുത് എന്ന് ആ ഉപ്പ ഉമ്മു സുലൈമിനോട് പറഞ്ഞപ്പോ ഫതഖൂൽ, അവൾ പറഞ്ഞു, ഇന്നി ലാ ഉഫ്സിദുഹു, ഞാൻ ഒരിക്കലും ആ കുട്ടിയെ കേടുവരുത്തുകയില്ല, ആ കുട്ടിയെ ഒരിക്കലും ഞാൻ പാഴാക്കി കളയുകയില്ല, ആ കുട്ടിയെ ഞാൻ ഒരിക്കലും മോശമാക്കി കളയുകയില്ല, മറിച്ച് ബൽ ഉഅല്ലിമഹു വ ഉഹദ്ദിബഹു, ഞാൻ ആ കുട്ടിയെ ശരിയായ ഇൽമ്, ശർഈയായ ഇൽമ് പഠിപ്പിക്കുകയും ഇസ്ലാമിന്റെ സംസ്കാരം, ശരിയായ സംസ്കാരം ആ കുട്ടിയെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് എന്ന് ഉമ്മു സുലൈം തന്റെ ഭർത്താവിനോട് പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തിനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞതെന്നറിയോ? ഉമ്മു സുലൈം എന്ന് പറയുന്ന ആ ഉമ്മ തന്റെ തൊട്ടിൽ താരാട്ടുന്ന അനസ് റളിയല്ലാഹു അൻഹു ആകുന്ന ആ ചെറിയ കുട്ടിക്ക് അദ്ദേഹത്തിന്റെ ഇളം ഹൃദയത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ ഒന്നാം വാചകവും അതുപോലെ തന്നെ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഷഹാദത്തിന്റെ രണ്ടാം വചനവും ചെറുപ്രായത്തിലെ ആ മനസ്സുകളിലേക്ക് ഉമ്മു സുലൈം എന്ന് പറയുന്ന ആ മാതാവ് തന്റെ മകന്റെ ഹൃദയത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പിതാവെന്ന നിലക്ക്, ഒരു മാതാവെന്ന നിലക്ക് നമ്മുടെ കുട്ടികളെ കുറച്ച് പ്രായമാകട്ടെ, ഒന്ന് വലുതാകട്ടെ, ഇപ്പോൾ 1 വയസ്സായിട്ടില്ലുള്ളൂ, അല്ലെങ്കിൽ 4 വയസ്സാകട്ടെ, 5 വയസ്സാകട്ടെ, അല്ലെങ്കിൽ ഒരു 15 വയസ്സാകട്ടെ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് നൽകേണ്ട ശരിയായ ശിക്ഷണം
ഭക്ഷണം അത് നൽകുന്നതിൽ ഒരിക്കലും നമ്മൾ അമാന്തം കാണിക്കാൻ പാടില്ല, തസ്വീഫ് കാണിക്കാൻ പാടില്ല, പിന്തിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഓരോ കുട്ടിക്കും ആ കുട്ടിയോട് ചെയ്യേണ്ട പ്രായത്തിൽ അവന് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ, അവന് കൊടുക്കേണ്ട ശിക്ഷണങ്ങൾ അത് നൽകണം. റസൂലുള്ള പറഞ്ഞില്ലേ, മുറു ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇൻ, നിങ്ങളുടെ കുട്ടികൾക്ക് 7 വയസ്സ് പ്രായമായാൽ അവരോട് നിങ്ങൾ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വളിബൂഹും അലൈഹാ, എന്നിട്ട് അവരെ നിങ്ങൾ അടിക്കണം. വഹും അബ്നാഉ അശ്രിൻ, ആ കുട്ടികൾ 7 വയസ്സായി നിസ്കരിക്കുമോനെ, നിസ്കരിക്കും മകളെ എന്ന് പറഞ്ഞ് 7 വയസ്സാകുമ്പോഴേക്ക് ആ കുട്ടികളോട് കൽപ്പിച്ചു കൊണ്ടേയിരിക്കണം. എന്നിട്ട് 10 വയസ്സായിട്ടും ആ കുട്ടികൾ നിസ്കാരം ശീലമാക്കുന്നില്ലെങ്കിൽ, അവർ നിസ്കരിക്കുന്നില്ലെങ്കിൽ വളിബൂഹും അലൈഹാ, അതിന്റെ പേരിൽ നിങ്ങൾ അവരെ അടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നൽകിയ നിർദ്ദേശമാണ്. ഞാനും നിങ്ങളുമാകുന്ന രക്ഷിതാക്കൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ മക്കളെ എന്തിന്റെയൊക്കെ പേരിൽ നമ്മൾ ശകാരിച്ചിട്ടുണ്ട്, എന്തിന്റെയൊക്കെ പേരിൽ നമ്മൾ നമ്മുടെ മക്കളെ അടിച്ചിട്ടുണ്ട്. നിസ്കരിക്കാത്തതിന്റെ പേരിൽ നമ്മുടെ മക്കളെ നമ്മൾ തല്ലിയിട്ടുണ്ടോ, അതിന്റെ പേരിൽ അവരെ നമ്മൾ ശകാരിച്ചിട്ടുണ്ടോ, നമ്മൾ ആലോചിക്കേണ്ടതാണ്. വീണ്ടും റസൂലുള്ള പറഞ്ഞു, വഫരിഖൂ ബൈനഹും ഫിൽ മവാജി, അവർക്ക് 10 വയസ്സ് പ്രായമായാൽ കുട്ടികളെ നിങ്ങൾ കിടപ്പറകളിൽ നിന്ന് മാറ്റിക്കടത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഹദീസുകളിൽ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രായത്തിലും ആ പ്രായത്തിനനുസരിച്ച തർബിയത്ത്, ഇസ്ലാമികമായ ശിക്ഷണം മക്കൾക്ക് നൽകുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, നാലാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിക തർബിയത്ത് നൽകുന്നതിന്റെ ശ്രേഷ്ഠത, അതിന്റെ പ്രാധാന്യം, അതിന്റെ മഹത്വം മാതാപിതാക്കൾ എന്ന നിലക്ക്, രക്ഷിതാക്കൾ എന്ന നിലക്ക് നാം ഓരോരുത്തരും അറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസിൻ, ഒരു മനുഷ്യൻ ഈ ദുനിയാവിനോട് വിട പറയുമ്പോൾ 3 കാര്യങ്ങളല്ലാത്ത എല്ലാ കാര്യങ്ങളും മുറിഞ്ഞു പോകും. റസൂലുള്ള എണ്ണി, ഒന്ന് സ്വദഖത്തിൻ ജാരിയ, സ്വദഖത്തിൻ ജാരിയയാണ്, ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അതുപോലെ തന്നെ ഉപകാരപ്രദമായ അറിവാണ്. മൂന്നാമത് റസൂലുള്ള പറഞ്ഞതെന്താ, ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എടുത്തു പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ മരണപ്പെട്ടാൽ, മാതാപിതാക്കളായ നമ്മൾ മരണപ്പെട്ടാൽ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് ഇസ്തിഗ്ഫാർ നടത്തുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണമെങ്കിൽ അതിനുള്ള ശിക്ഷണങ്ങൾ, അതിനുള്ള തർബിയത്ത് നമ്മൾ അവർക്ക് നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് റസൂലുള്ളാഹി പ്രത്യേകം എടുത്തു പറഞ്ഞു. വലദിൻ സ്വാലിഹിൻ എന്ന്, സ്വാലിഹായ സന്താനമെന്ന്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, വലദിൻ ഫാസിദിൻ അല്ലെങ്കിൽ വലദിൻ ഫാസിഖിൻ, തെമ്മാടിയായ, താന്തോന്നികളായ, അതുപോലെ തന്നെ ഒരു ഗുണവുമില്ലാത്ത മക്കളായി നമ്മുടെ മക്കൾ മാറാൻ പാടില്ല. മരിച്ച് മരണപ്പെട്ടാലും നമ്മുടെ ഖബറിലേക്ക് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്ന, പാപബോധനം നേടുന്ന മക്കളായി നമ്മുടെ മക്കളെ വളർത്തുന്നതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഇന്നർ റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന, ഒരു മനുഷ്യനെ നാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെട്ടു, ആ സ്വർഗ്ഗത്തിൽ അയാളുടെ പദവി ഇങ്ങനെ ഉയർത്തപ്പെടുകയാണ്. സ്വർഗ്ഗത്തിൽ ഇങ്ങനെ അയാളുടെ പദവി ഇങ്ങനെ ഉയരുന്നു. ആ സമയത്ത് ആ മനുഷ്യൻ ചോദിക്കുന്നു, അന്നഹാദ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്, എന്റെ പദവി എങ്ങനെയാണ് ഉയർത്തപ്പെടുന്നത്? ആ സമയത്ത് ഫയുഖാൽ, ആ മനുഷ്യനോട് പറയപ്പെടും, ബിഇസ്തിഗ്ഫാരി വലദിക ലക, നിനക്ക് വേണ്ടി നിന്റെ മകൻ നടത്തിയ, നിനക്ക് വേണ്ടി നിന്റെ മകൾ നടത്തിയ ഇസ്തിഗ്ഫാർ കൊണ്ടാണ് സ്വർഗ്ഗത്തിൽ നിന്റെ പദവി ഉയർത്തപ്പെടുന്നത് എന്ന് അവിടെ നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ശ്രേഷ്ഠത മനസ്സിലാക്കി ഇസ്ലാമിക തർബിയത്ത് രക്ഷിതാക്കൾ മക്കൾക്ക് നൽകാൻ തയ്യാറാകണമെന്ന ഒരു കാര്യം കൂടി പറയട്ടെ. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മൻ ഇബ്തുലിയ മിനൽ ബനാതി ബിശൈഇൻ ഫഅഹ്സന ഇലൈഹിന്ന കുന്ന ലഹു സിത്റൻ മിനൻ നാർ, ആർക്കെങ്കിലും പെൺമക്കളുണ്ട്, ആ പെൺമക്കളെ ശരിയായ ഇസ്ലാമിക തർബിയത്തോടുകൂടി, ശിക്ഷണത്തോടുകൂടി വളർത്തി വലുതാക്കിയാൽ സിത്റൻ മിനൻ നാർ, നാളെ പരലോകത്ത് ആ പെൺമക്കൾ അവർക്ക് നരകത്തിൽ നിന്നുള്ള മറയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് നമ്മുടെ പെൺമക്കളെ
നമ്മുടെ ആൺമക്കളെ നമ്മൾ ഇസ്ലാമിക തർബിയത്തിലൂടെ വളർത്തുന്നുവെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം, അതുകൊണ്ടുള്ള നേട്ടം നമുക്ക് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ ഇസ്ലാമിക ശിക്ഷണം തർബിയത്ത് നൽകാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ നമ്മുടെ മക്കൾക്ക് ശരിയായ മാതൃകകളാകണം. ഏതൊക്കെ കാര്യത്തിലായാലും ശരി, നല്ല നല്ല സ്വഭാവങ്ങളിൽ, നിസ്കാരത്തിന്റെ വിഷയത്തിലായാലും ശരി, അതുപോലെ തന്നെ സ്വതക്കയുടെ വിഷയത്തിലായാലും ശരി, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന വിഷയത്തിലായാലും ശരി, ഏതൊക്കെ നന്മകൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ നന്മകൾക്ക് നമ്മളായിരിക്കണം നമ്മുടെ മക്കളുടെ മാതൃക. നമ്മെ കണ്ടാണ് അവർ വളരുന്നത്, നാം പ്രവർത്തിക്കുന്നതാണ് അവർ നോക്കിക്കാണുന്നത്, നമ്മുടെ ചെയ്തികളാണ് അവർ പിൻപറ്റുന്നത്. അതുകൊണ്ട് ആ മക്കൾക്ക് മാതൃകകളായി ജീവിക്കാൻ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്ക് ബാധ്യതയുണ്ട്. ഇസ്ലാം വിരോധിച്ച എല്ലാ ഹറാമുകളിൽ നിന്നും എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ആ മക്കൾക്ക് നമ്മൾ മാതൃക കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം റസൂലുള്ളാഹി പറഞ്ഞില്ലേ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുഞ്ഞും ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയോടുകൂടിയാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി വഔ യുനസ്സിറാനിഹി ഔ യുമജിസാനിഹി, അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നത്, അവന്റെ മാതാപിതാക്കളാണ് അവനെ നസ്റാനിയാക്കുന്നത്, അവന്റെ മാതാപിതാക്കളാണ് അവനെ മജൂസിയാക്കുന്നത് എന്നാണ്. അങ്ങനെ മാതാപിതാക്കളാണ് ഏതൊരു മാർഗത്തിലേക്ക് മക്കൾ പോകണമെന്ന് ആ മക്കളെ കണ്ടുകൊണ്ടാണ്, ആ മാതാപിതാക്കളെ കണ്ടുകൊണ്ടാണ് ആ മക്കൾ വളരുന്നത്. അതുകൊണ്ട് ഇസ്ലാമിക ശരിയായ തർബിയത്ത് നൽകുന്നതിൽ മക്കൾക്ക് മാതൃകകളായി രക്ഷിതാക്കളായ നമ്മൾ മാറേണ്ടതുണ്ട് എന്നാണ്. എല്ലാ വിഷയത്തിലും ആ മാതൃക ഉണ്ടാകണം, സൽസ്വഭാവങ്ങളുടെ വിഷയത്തിൽ ഉണ്ടാകണം, അതുപോലെ തന്നെ ദുസ്വഭാവങ്ങൾ വർജിക്കുന്ന വിഷയത്തിൽ ഉണ്ടാകണം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം. അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, ഒരിക്കൽ എന്റെ ഉമ്മ എന്നെ വിളിക്കുകയാണ്. ആ വിളിക്കുന്ന സമയത്ത് എന്റെ വീട്ടിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. ഉമ്മ പറഞ്ഞു, ഹാ തആൽ, നീ ഇങ്ങോട്ട് വാ, അഅതീക, നിനക്ക് ഞാൻ ഇന്നത് നൽകാമെന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ തന്റെ ഉമ്മ നീട്ടി വിളിക്കുന്നു. മോനെ ഇങ്ങോട്ട് വാ, നിനക്ക് ഇത് തരാമെന്ന് പറഞ്ഞ് ആ ഉമ്മ വിളിക്കുമ്പോ ആ വീട്ടിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, വമാ അറതി അൻ തുഅതീഹി, താങ്കൾ എന്താണ് ആ കുട്ടിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. ഖാലത്ത്, ആ ഉമ്മ പറഞ്ഞു, അറതു അൻ ഉഅതിയഹു തംറ, ഒരു കാരക്ക നൽകാൻ, ഒരു ഈത്തപ്പഴം നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മയോട് പറഞ്ഞു, അമ്മാ ഇന്നകി ലൗ ലം തുഅതിഹി ശൈഅ കുതിബത അലൈകി കദ്ബ. റസൂലുള്ളാഹി പറഞ്ഞതാണ്, നീ ആ കുട്ടിയെ വിളിക്കുകയും എന്നിട്ട് ആ കുട്ടിക്ക് നീ അത് നൽകാതിരിക്കുകയും ചെയ്താൽ കുതിബത അലൈകി കദ്ബ, അത് നിന്റെ മേൽ കളവായി മാറും. കാരണം എന്തേ? ഉമ്മ കളവ് പറഞ്ഞത് കുട്ടി സ്വീകരിക്കുന്നു. എന്റെ ഉമ്മ കളവ് പറഞ്ഞു, അതുകൊണ്ട് കളവ് പറയുക എന്നുള്ളത് ഒരു തിന്മയല്ല എന്ന് ആ കുട്ടി മനസ്സിലാക്കും. തന്റെ ഉപ്പ കളവ് പറഞ്ഞു, അതുകൊണ്ട് കളവ് പറയുക എന്നുള്ളത് ഒരു തിന്മയല്ല എന്ന് ആ കുട്ടി മനസ്സിലാക്കുന്നതിലേക്ക് പോകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മാതാപിതാക്കളായ രക്ഷിതാക്കളായ നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകകളാകണം എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം പോട്ടെ, നമ്മുടെ മക്കൾ ഇസ്ലാമിക തർബിയത്തോടു കൂടി വളരണമെന്ന് മാതാപിതാക്കളായ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, രക്ഷിതാക്കളായ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു ഇസ്ലാമിക ചുറ്റുപാട് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കണം, ഇസ്ലാമികമായ അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കണം. നമ്മുടെ വീടുകൾ ഒരു ഇസ്ലാമിക വീടാകണം, ഇസ്ലാം പഠിപ്പിച്ച വീടാകണം, ഇസ്ലാമികമായ അന്തരീക്ഷമുള്ള വീടാകണം. എങ്കിലേ മക്കൾ ഇസ്ലാമിക തർബിയത്തിൽ വളരുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, പലപ്പോഴും നമ്മൾ കേട്ടൊരു കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന ഒരു കഥ, ഒരു ചരിത്രം എന്നുള്ളത് തൗബയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കഥയാണത്. 100 ആളെ കൊന്ന ഒരു വ്യക്തിയുടെ കഥ, അയാൾക്ക് തൗബയുണ്ടായ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ 100 ആളെ കൊന്ന ആ വ്യക്തിയും ഇനി തനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ച് ഒരു പുരോഹിതന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ, നിനക്ക് തൗബയുണ്ട് എന്ന് ആ മനുഷ്യൻ പറയുമ്പോ, ആ മനുഷ്യനോട് 100 ആളെ കൊന്ന ആ വ്യക്തിയോട് ആ പുരോഹിതൻ പറഞ്ഞ മറുപടി, നീ ഇന്നാലിന്ന നാട്ടിലേക്ക് പോകണം, ഇന്നാലിന്ന രാജ്യത്തേക്ക് പോകണം, ഇന്നാലിന്ന പ്രദേശത്തേക്ക് പോകണം. അവിടെ ഒരു കൂട്ടം ആളുകളുണ്ട്, ആ ആളുകളുടെ പ്രത്യേകത എന്താ?
അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ മാത്രം എല്ലാ ഇബാദത്തുകളും നൽകുന്ന ഒരു ജനവിഭാഗമുണ്ട് ആ നാട്ടിൽ. അവരോടൊപ്പം ചെന്ന് ഫഅബുദില്ലാഹ മഅഹും, നീ അവരോടൊപ്പം ചേർന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിനെ ആരാധിക്കണം, നീ ഇബാദത്ത് ചെയ്യണം. വലാ തർജി ഇലാ അർളിക്, നിന്റെ നാട്ടിലേക്ക് നീ തിരിച്ചു വരരുത്, നിന്റെ നാട്ടിലേക്ക് നീ മടങ്ങി പോകരുത്. കാരണം ഫഇന്നഹാ അർളു സൗഇൻ, അത് തിന്മയുടെ നാടാണ്, അത് ചീത്ത നാടാണ്, മോശമായ നാടാണ് എന്ന് ആ പുരോഹിതൻ ആ മനുഷ്യനോട് പറഞ്ഞ ചരിത്രം ആ ഹദീസിലുണ്ട്. നോക്കൂ നിങ്ങൾ, ആ ഒരു പശ്ചാത്തലം അവിടെ ഉണ്ടാകണം. എന്തുകൊണ്ട് ഈ നാട്ടിലേക്ക് തിരിച്ചു വരണ്ട, ഇന്നാലിന്റെ നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു? അവിടെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്, അവരോടൊപ്പം നീ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം നല്ലൊരു അന്തരീക്ഷത്തിൽ, നല്ലൊരു ചുറ്റുപാടിൽ വളർന്നാൽ, തൗഹീദിന്റെ ചുറ്റുപാടിൽ വളർന്നാൽ മക്കൾ തൗഹീദുള്ളവരാകും. ഇസ്ലാമികമായ തർബിയത്തുള്ള ഒരു വീടായി നമ്മുടെ വീട് മാറിയാൽ കുട്ടികൾ ഇസ്ലാമിക തർബിയത്തിൽ വളരും, അവർ ഇസ്ലാമിക ശിക്ഷണമുള്ള ആളുകളായി മാറും, ഇസ്ലാമിക ശിക്ഷണത്തോട് വളരാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ വീടുകൾ എല്ലാവിധ ഹറാമുകളിൽ നിന്നും മുക്തമായ, അത് ടെലിവിഷൻ ആയാലും ശരി, മ്യൂസിക് ആയാലും ശരി, ഹറാമായ ചിത്രങ്ങളായാലും ശരി, പല വീടുകളിലും ചിത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നു, പല വീടുകളിലും പല ജീവികളുടെയും പ്രതിമകളും ബിംബങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഫോട്ടോസുകളും ഉണ്ടാകുന്നു. ഇങ്ങനെയൊന്നുള്ള ഇസ്ലാം പഠിപ്പിച്ച ഹറാമുകൾ ഏതൊക്കെ ഉണ്ടോ ആ ഹറാമുകളൊന്നുമില്ലാത്ത വീടുകളായി, ഇസ്ലാമിക ചുറ്റുപാടോടുകൂടി വളരാൻ സാധിക്കുന്ന ഒരു വീടായി നമ്മുടെ വീടിനെ നമുക്ക് മാറ്റാൻ സാധിക്കണം. എങ്കിൽ നമ്മുടെ മക്കളെ ഇസ്ലാമിക തർബിയത്തോടുകൂടി വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും, നല്ല മക്കളായി വളർത്താൻ സാധിക്കും. അതോടൊപ്പം ഇസ്ലാം പറഞ്ഞ ഏതൊക്കെ സൽസ്വഭാവങ്ങൾ, ഇസ്ലാം പറഞ്ഞ ഏതൊക്കെ നന്മകൾ, ആ നന്മകൾ നമ്മുടെ വീട്ടിലുണ്ടാകണം. ഒന്നാമത്തെ നന്മ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അഫ്ളലു സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ, നിർബന്ധ നമസ്കാരങ്ങളല്ലാത്ത ഐച്ഛികമായ നമസ്കാരങ്ങൾ വീട്ടുകളിൽ വെച്ച് നിർവഹിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വീടുകളിൽ നടക്കട്ടെ, മക്കളത് കണ്ടു വളരട്ടെ. അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു, ലാ തജ്അലൂ ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ വീട്ടുകൾ നിങ്ങൾ മഖ്ബറകളാക്കരുത്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് പിശാച് ഓടിയകലുമെന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ നടക്കുന്ന, റസൂലുള്ളാഹി പഠിപ്പിച്ച അദ്കാറുകൾ ചൊല്ലുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന, അങ്ങനെ ഇസ്ലാം പറഞ്ഞ ഏതൊക്കെ നന്മകളുണ്ടോ ആ നന്മകളുള്ള വീടുകളായി നമ്മുടെ വീടുകളെ മാറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽഖു സൗത ഹൈതു യറാഹു അഹ്ലൽ ബൈത്ത്, വീട്ടുകാരെ കാണേ ഒരു ചാട്ടവാറ് തൂക്കിയിടണം വീട്ടിൽ. തന്റെ കുട്ടികൾ കാണാൻ, തന്റെ ഭാര്യ കാണാൻ, തന്റെ ഇണകൾ കാണാൻ വീട്ടിൽ ഒരു ചാട്ടവാറ് നിങ്ങൾ തൂക്കിയിടണം. ഫൈന്നഹു ലഹു അദബുൻ, അതവർക്കുള്ള അദബാണ്, അതവർക്കുള്ള മര്യാദയാണ്. കാരണം ഇതാ ഇസ്ലാമിന്റെ തർബിയത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ, അന്യായമായി എന്തെങ്കിലും ചെയ്താൽ, ഇസ്ലാം പഠിപ്പിക്കാത്ത ഹറാമുകൾ ചെയ്താൽ, എന്റെ പിതാവ് എന്റെ മാതാവ് ഇതുകൊണ്ട് എന്നെ ശിക്ഷിക്കുമെന്നുള്ള അവർക്കുള്ള അദബായിക്കൊണ്ട് ഒരു ചാട്ടവാർ നിങ്ങളുടെ വീടുകളിൽ തൂക്കിയിടാൻ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കണം. ഏഴാമത്തെ കാര്യം, നമ്മുടെ മക്കൾക്കിടയിൽ നമ്മൾ നീതിപൂർവം പെരുമാറണം എന്നുള്ളതാണ്. യഅദിലു ബൈന അബ്നായിക്കും, യഅദിലു ബൈന അബ്നായിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി നടപ്പിലാക്കണം, നീതി കാണിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അത് പാരിതോഷികങ്ങൾ നൽകുമ്പോഴായാലും, വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോഴായാലും, ഭക്ഷണങ്ങൾ നൽകുമ്പോഴായാലും, എന്തൊക്കെയായാലും ശരി, മാതാപിതാക്കൾ മക്കൾക്കിടയിൽ നീതി പാലിക്കുക എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചതാണ്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് ഒരു ഹദിയ, ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. ആ സമയത്ത് നുഅ്മാനിന്റെ ഉമ്മ ബിൻതു റബാഹ റളിയല്ലാഹു അൻഹ അവര് പറഞ്ഞു, നിങ്ങൾ എന്റെ മകന് സമ്മാനം കൊടുക്കുന്നുവെങ്കിൽ അതിന് സാക്ഷിയായിക്കൊണ്ട് റസൂലുള്ളാഹിയെ നിർത്തണം. റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിലാണ്, റസൂലുള്ളാഹിയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് തന്റെ മകൻ ആ സമ്മാനം നൽകേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ നുഅ്മാനെയും കൂട്ടി ആ പിതാവും ആ മാതാവും റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, എന്തൊരു അത്ഭുതമാണ് നുഅ്മാന്റെ ഉമ്മാന്റെ കാര്യം, എന്തൊരു ആശ്ചര്യകരമാണ്. ഞാൻ ആ മകനൊരു സമ്മാനം കൊടുക്കുന്നതിന് താങ്കളെ സാക്ഷി നിർത്തണമെന്ന് ആ ഉമ്മ വാശി പിടിക്കുന്നു എന്ന് റസൂലുള്ളാഹിനോട് ബശീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ സമയത്ത്
സമയത്ത് എന്താണ് സമ്മാനം എന്ന് ചോദിച്ചു. എന്റെ കുട്ടിക്ക് ഇന്നൊരു വഹബേര് സമ്മാനം കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ചോദിച്ചു, യാ ബഷീർ അലക വലദുൻ സിവാ ഹാദാ, ഇതല്ലാതെ നിനക്ക് വല്ല മക്കളുമുണ്ടോ ബഷീറെ? ഈ നുഅ്മാൻ അല്ലാതെ വല്ല മക്കളും നിനക്കുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നഅം, എനിക്കുണ്ട്, നുഅ്മാൻ അല്ലാത്ത മറ്റു മക്കളും എനിക്കുണ്ട് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ചോദിച്ചു, അകുല്ലഹു വഹബ്തലഹു മിസ്ല ഹാദാ, ഇതുപോലെയുള്ള സമ്മാനങ്ങൾ, പാരിതോഷികങ്ങൾ ആ മക്കൾക്കൊക്കെ നീ നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹുവിന്റെ പിതാവ് ബഷീർ പറഞ്ഞു, ലാ, ഞാൻ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഫലാ തുഷ്ഹിദുനി ഇദൻ, അപ്പോൾ എന്നെ നീ സാക്ഷി നിർത്തരുത്. കാരണം ഫഇന്നി ലാ അഷ്ഹദു അലാ ജൗരിൻ, ഒരു തിന്മക്ക്, ഒരു അക്രമത്തിന് ഞാൻ സാക്ഷി നിൽക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി. സഹോദരങ്ങളെ, എന്താണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം? നമ്മുടെ മക്കൾക്കിടയിൽ ഒരു മകനോട് പ്രത്യേകം സ്നേഹം, മറ്റൊരു മകളോട് പ്രത്യേകം സ്നേഹമില്ലായ്മ അതുണ്ടാകാൻ പാടില്ല. എല്ലാ മക്കളെയും ഒരേപോലെ സ്നേഹിക്കുകയും ഒരേപോലെ വാത്സല്യം കാണിക്കുകയും അവർക്ക് സമ്മാനങ്ങളും പാരിതോഷികങ്ങളും നൽകുമ്പോൾ മക്കൾക്കിടയിൽ നീതിപൂർവം നടപ്പിലാക്കുകയും വിവേചനം കാണിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് മാതാപിതാക്കളുടെ ബാധ്യതയാണ് എന്നുള്ളതാണ്. മാത്രവുമല്ല, എട്ടാമത്തെ കാര്യം, തങ്ങളുടെ മക്കളോട് റിഫ്ഖോടുകൂടി, നല്ല സൗമ്യതയോടുകൂടി, നല്ല സ്വഭാവത്തിൽ വാത്സല്യത്തോടുകൂടി അവർ പെരുമാറണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ അറാദല്ലാഹു അസ്സ വജല്ല ബിഅഹ്ലി ബൈത്തിൻ ഖൈറ അദ്ഖല അലൈഹിം അർരിഫ്ഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു കുടുംബത്തിന് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു അവർക്ക് റിഫ്ഖ് നൽകും, അവർക്ക് ലോലമായ ഹൃദയം നൽകും, ലോലത നൽകും, റിഫ്ഖ് കാണിക്കാനുള്ള തൗഫീഖ് നൽകും എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബത്തോട്, കുട്ടികളോട് റിഫ്ഖ് കാണിക്കുക, അവരോട് വാത്സല്യം കാണിക്കുക എന്നുള്ളതും മാതാപിതാക്കളായ, രക്ഷിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒമ്പതാമത്തെ കാര്യമായി സൂചിപ്പിക്കാനുള്ളത്, മക്കൾക്ക് ഓരോ സന്ദർഭങ്ങളിലും നൽകേണ്ട ഉപദേശങ്ങൾ, വഅദുകൾ, വസിയ്യത്തുകൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കണം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകന് നൽകിയ ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിലൂടെ അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശദീകരിക്കാൻ സമയമില്ല. ഓരോ മകന് നൽകേണ്ട ഓരോ വസിയ്യത്തുകളും ഓരോ ഉപദേശങ്ങളും അവിടുന്ന് നൽകുവാൻ സാധിക്കും. അതൊക്കെ വിശദീകരിച്ചതിന് ശേഷം ഇബ്നു അറബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ മക്കൾക്ക് അള്ളാഹുവിന്റെ പ്രതിഫലത്തെ കുറിച്ച് ആഗ്രഹമുണ്ടാകുന്ന, അവന്റെ സ്വർഗ്ഗം ലഭിക്കാൻ ആഗ്രഹമുണ്ടാകുന്ന തദ്കീറുകൾ, ഉത്ബോധനങ്ങൾ, വസിയ്യത്തുകൾ, ഉപദേശങ്ങൾ നൽകുക എന്നുള്ളതും, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ നരകത്തെ പേടിക്കുന്ന, ശിക്ഷയോട് ഭയപ്പാടുണ്ടാക്കുന്ന രൂപത്തിൽ തഖ്വീഫ് നടത്തുകയും ചെയ്യുക എന്നുള്ളത് മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ടതാണ് എന്ന് രേഖപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് മക്കൾക്ക് ഓരോ പ്രായത്തിലും അവർക്ക് ഉപദേശം നൽകുക എന്നുള്ളതാണ്. അവസാനമായി കൊണ്ടൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ ഇസ്ലാമിക തർബിയത്തോടുകൂടി, നല്ല ശിക്ഷണത്തോടുകൂടി, മുസ്ലിമീങ്ങളായിക്കൊണ്ട്, ഇസ്സത്തുള്ളവരായിക്കൊണ്ട്, സൽസ്വഭാവികളായിക്കൊണ്ട് നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ മാതാപിതാക്കളായ നമ്മുടെ ബാധ്യതയാണ് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളത്, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക എന്നുള്ളത്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സലാസു ദഅവാത്തിൻ യുസ്തജാബു ലഹുന്ന ലാ ശക്ക ഫീഹിന്ന, മൂന്ന് പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടുക തന്നെ ചെയ്യും. ലാ ശക്ക ഫീഹിന്ന, അതിൽ യാതൊരു സംശയവുമില്ല. മൂന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കപ്പെടുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ഒന്നാമത്തെ പ്രാർത്ഥന ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ പ്രാർത്ഥന ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ പ്രാർത്ഥന ദഅവത്തുൽ വാലിദി ലിവലദിഹി, മാതാപിതാക്കൾ തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. തന്റെ പിതാവ് മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, തന്റെ മാതാവ് തന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അത് ഖൈറിനായാലും ശരി, ശർറിനായാലും ശരി, ഒരിക്കലും തട്ടപ്പെടാത്ത, തള്ളപ്പെടാത്ത പ്രാർത്ഥനയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതേപോലെ റസൂലുള്ളാഹിന്റെ വിരോധവും വന്നിട്ടുണ്ട്. നിങ്ങൾ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. മക്കൾക്കെതിരായി കൊണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. മക്കൾ നമ്മൾ പറയുന്നതിന് എന്തെങ്കിലും ഒരു അനുസരണക്കേട് കാണിച്ചാൽ, നമ്മൾ പറയുന്നത് അനുസരിക്കാതിരുന്നാൽ അതിന്റെ പേരിൽ അവരെ ശപിക്കുകയും ശാപവാക്കുകൾ ഉച്ചരിക്കുകയും അങ്ങനെ ശാപവാക്കുകൾ പറയുകയും ചെയ്യുന്ന അവസ്ഥ രക്ഷിതാക്കളായ നമ്മുടെ നാവുകളിലൂടെ ഉണ്ടാകാൻ പാടില്ല.
പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ എത്രയെത്ര പ്രാർത്ഥനകൾ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത് നമുക്ക് പറഞ്ഞു തന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാം, വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, ആ ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെയും എന്റെ സന്താനങ്ങളെയും റബ്ബേ നീ അകറ്റണമേ എന്നാണ്. സ്വന്തത്തിന് വേണ്ടി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയോടൊപ്പം വബനിയ എന്റെ മക്കളെയും എന്ന് ചേർത്തി പറഞ്ഞുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വീണ്ടും അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത വമിൻ ദുർരിയതി, റബ്ബേ എന്നെ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണമേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. സ്വന്തത്തിന്റെ കാര്യം മാത്രം പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം ശരീരത്തെ മാത്രം കാക്കുകയില്ല, മരിച്ചു വമിൻ ദുർരിയതി, എന്റെ സന്താനങ്ങളിൽ നിന്നും നമസ്കാരം നിലനിർത്തുന്ന സന്താനങ്ങളായി എന്റെ സന്താനങ്ങളെ മാറ്റണമേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് കാണുവാൻ സാധിക്കും. തീർന്നില്ല, വീണ്ടും അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ, അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ ഞങ്ങളെ നീ മുസ്ലിമീങ്ങളാക്കണം, നിനക്ക് കീഴൊതുങ്ങിക്കൊണ്ട് നിന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്ന പരിപൂർണമായി നിനക്ക് കീഴൊതുങ്ങുന്ന മുസ്ലിമീങ്ങളായി ഞങ്ങളെ നീ മാറ്റണം. ഞങ്ങളെ മാത്രം മാറ്റിയാൽ പോരാ, വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് സന്താന പരമ്പരകളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്ന പരിപൂർണമായ മുസ്ലിമീങ്ങളായ ഒരു സമുദായത്തെ, ഒരു ഉമ്മത്തിനെ ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് നീ ഉണ്ടാക്കണമേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനകൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം. മഹാനായ സക്കരിയ അലൈഹിസ്സലാം, സക്കരിയ നബിയുടെ പ്രാർത്ഥനയും വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ, ഇന്നക സമീഉദ് ദുആ, അല്ലാഹുവേ നീ എനിക്കൊരു സാലിഹായ നല്ലൊരു സന്താനത്തെ നീ എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞ് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി, സ്വാലിഹായ സന്താനങ്ങൾക്ക് വേണ്ടി രക്ഷിതാക്കളായ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അവരുടെ നന്മക്ക് വേണ്ടി, അവരുടെ ആഖിറത്ത് നന്നാകുന്നതിന് വേണ്ടി. അവർ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് ഇതാ നമ്മുടെ മക്കൾക്കിടയിൽ ഉണ്ടാകുന്ന അധാർമികമായ പ്രശ്നങ്ങൾ ക്യാമ്പസുകളിലൂടെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നതിന്റെ പേരിൽ, അതല്ലെങ്കിൽ ലിബറലിസം എന്ന് പറയുന്നതിന്റെ പേരിൽ ഇളം മനസ്സുകളിലേക്ക് ഇസ്ലാമിന്റെ എതിരായ, ഇസ്ലാമിനെ തകർത്ത് കളയുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ നമ്മുടെ മക്കളുടെ മനസ്സുകളിലേക്ക് കുത്തിവെക്കുന്ന ഈ സാഹചര്യത്തിൽ ശരിയായ രൂപത്തിൽ മക്കളെ ഇസ്ലാമിക ശിക്ഷണത്തോടുകൂടി വളർത്താൻ, അവർക്ക് ഇസ്ലാമിക തർബിയത്ത് നൽകാൻ രക്ഷിതാക്കളായ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയായി, ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥനയായി അല്ലാഹു പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ നിത്യമായി പ്രാർത്ഥിക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണമേ എന്ന്. ഇത് ഇബാദുർ റഹ്മാന്റെ സവിശേഷതകൾ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിനോട് നമ്മൾ നമ്മുടെ മക്കളെ ശരിയായ രൂപത്തിൽ വളർന്നു വരാൻ ആത്മാർത്ഥമായി മക്കൾക്ക് വേണ്ടി രക്ഷിതാക്കളായ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ ശരിയായ ഇസ്ലാമിക തർബിയത്ത് അനുസരിച്ച്, ശിക്ഷണമനുസരിച്ച് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ രക്ഷിതാക്കളായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളായി നമ്മുടെ മക്കളെ വളർത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരിൽ ഖൽഖിഹി